ഹേ ഓൾ, അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഒരു അടാറ് തട്ടുകടയിലാണ്. നല്ല നാടൻ വിഭവങ്ങൾ ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരെ സജസ്റ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് പോയി നോക്കാം. അടാറ് തട്ടുകട ലോഞ്ച് ചെയ്തത് 2019 ഇവർക്ക് പല ബ്രാഞ്ചുകളും ഖത്തറിലുണ്ട്. ആദ്യ ബ്രാഞ്ച് മുന്തസയിലാണ് ഇന്ന് നമ്മൾ പോയത്. ഇവരറിയപ്പെടുന്നത് തന്നെ മലബാറി കുസീനിലും അടിപൊളി അറ്റ്മോസ്ഫിയറിലും കൂടിയാണ്. ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽ വൈറൽ ബീഫ് ഉണ്ട്. ചിക്കനിൽ വരുന്നത് ചിക്കൻ പൊട്ടിത്തെറിച്ചത് ട്രൈ ചെയ്യണം. നമ്മൾ ഓർഡർ എടുക്കാൻ വന്ന ആടെയുള്ള ഒരു ഇത്തേനും അവരടുത്ത പല വെറൈറ്റീസിനെ പറ്റി പറഞ്ഞു തന്നുകയും ചെയ്ത് നമ്മൾ ഓർഡർ ചെയ്യുന്ന ഡിഷിനെ പറ്റി നല്ലപോലെ എക്സ്പ്ലെയിനും ചെയ്ത് തന്നു. നല്ല ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു അവർ നമ്മളോട് ഇൻട്രാക്ട് ചെയ്തത്. നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ ചിക്കൻ പൊട്ടിത്തെറിച്ചതും വൈറൽ ബീഫ് ഓർഡർ ചെയ്തു. വൈറൽ ബീഫ് നോക്കി നോക്കാം. ചിക്കൻ പൊട്ടിത്തെറിച്ച് ആദ്യം നമ്മൾ ട്രൈ ചെയ്ത് ചിക്കൻ പൊട്ടിത്തെറിച്ച് ജിഞ്ചറും ഗാർലിക്കും ചില്ലി ഫ്ലേക്സും എല്ലാം ഇട്ട് ഫ്രൈ ചെയ്തൊരു ഡിഷാണിത്. നല്ല എരിവുള്ളതുകൊണ്ട് നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു. നമുക്ക് നല്ലപോലെ ഇഷ്ടമായി. ബീഫ് നമുക്ക് ഒറ്റയ്ക്ക് ട്രൈ ചെയ്ത് നോക്കാം. രണ്ടാമത് ട്രൈ ചെയ്ത് വൈറൽ ബീഫ്. ഫ്രഷ് ബീഫ്, തേങ്ങാക്കൊത്ത്, ചുവന്നുള്ളി, വറ്റമുളക്, ജിഞ്ചർ, ഗാർലിക്, കറിവേപ്പില ഒക്കെ ഇട്ട് ഒരു 6 മണിക്കൂർ സ്ലോ കുക്ക് ചെയ്തൊരു ഡിഷാണിത്. സാധനം ഉഷാറായിക്കണം. അടുത്ത് നമ്മൾ ട്രൈ ചെയ്യുന്നത് നെയ്പത്തിരിയാണ്. നെയ്പത്തിരി എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുക. ഒരു നാട്ടിൽ നെയ്പത്തിരി. ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. നെയ്പത്തിരി അങ്ങനെ ക്രിസ്പ് ഉണ്ടാവും. അടിപൊളി, നല്ല ചൂടുണ്ട്. ചൂടുള്ള കഴിക്കണം. ഇതും വൈറൽ ബീഫും അടിപൊളി, നല്ല എരിവുണ്ട്. ഞാൻ വേർക്കുണ്ട്. ഫുഡ് നമുക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട്. നിങ്ങൾ വന്ന അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ അടുത്ത മാനേജറിനെ പറ്റി പറയാം. അയാൾ നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. പിന്നെ ഒരു സുലൈമാനിയും പിന്നെ നല്ലൊരു സമാവർ അടിച്ചാടുന്ന മെല്ലെ നമ്മളെന്താക്കി ഇറങ്ങി. അപ്പം അടുത്തേക്ക് കാണാം.